ഗുരുതലേ ശ്രീമദേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സരസ്വതി ദേവി ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യാദേശധാരിണേ ജയോ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ ജയോ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയോ കൃഷ്ണ ബലരാം ജയോ രാധാ ശ്യാമ സുന്ദരാധേ ജയോ ഗൗരനിതായ് ജയോ ഗൗരനിതായ് ജയോ ജയ പ്രഭുപാദ് ജയോ ജയ ഗുരുദേവ് നിത്യ ഗൗര ഹരി ബോൽ कृष्ण बलराम की जय, राधा श्याम सुंदर ललिता विशाखा देवी की जय, गौरनिताय की जय, पंचदत्त की जय, षडगोसावीस की जय, गुरु परंपरा की जय 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 श्री राधेश्याम। ओ नमो भगवते वासुदेवाय कृष्णाय वरब्रह्मणे नमो नमः। नारायण अखिल गुरु भगवन् नमस्ते। ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ തസ്മൈ ശ്രീ നമഃ। തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ। ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണഭദ്രം മൃത്യുമുക്തിം നമാമ്യഹം। ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമുക്തിം നമാമ്യഹം। ഉഗ്രം വീര്യം മഹാവിഷ്ണും ജ്വലന്തം സർവതോമുഖം നരസിംഹം ഭീഷണം ഭദ്രം മൃത്യുമുക്തിം നമാമ്യഹം। श्री श्री नरसिंह भगवान की जय, नरहरि की जय, प्रहलाद महाराज की जय, जय 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 श्री राधेश्याम। അങ്ങനെ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ഒരാഴ്ചയും കൂടി നമുക്ക് മുന്നിൽ തിങ്കളാഴ്ച 3-4 ദിവസത്തിന് ശേഷം നമ്മൾ പിന്നെയും കാണുന്നു. സത്സംഗത്തിലേക്ക് നാരായണീയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. എല്ലാവരെയും ഗുരുവായൂരപ്പ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങാം. പണ്ട് ശ്രീകൃഷ്ണനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പറഞ്ഞു? ദുര്യോധനനെ അർജുനനെയും വിളിച്ചു, ധർമ്മപുത്രരെയും വിളിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ പറഞ്ഞു, ദുര്യോധനോട് ആദ്യം പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഈ ലോകത്തില് എത്ര അധർമ്മികളുണ്ട് എന്ന് നീ കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ലോകത്തിൽ എത്ര അധർമ്മികൾ, നിന്റെ രാജ്യത്തിൽ എത്ര അധർമ്മികളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. കണ്ടുപിടിച്ച് ഭഗവാന്റെ അടുത്തല്ല, എത്ര പേരുണ്ടെന്ന് അറിയണോ, അതിന് കണക്കെടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ദുര്യോധനൻ പോയിട്ട് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നപ്പം പറഞ്ഞു, ഭഗവാനെ എനിക്ക് കണക്കെടുക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അസംഖ്യം ആൾക്കാരാണ്, എല്ലാവരും അധർമ്മികളാ ഭഗവാനെ, ഒരു മനുഷ്യർക്ക് പോലും നല്ല ഒരു ക്വാളിറ്റി ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും അധർമ്മികളാണ് ഈ ഭഗവാനെ കൃഷ്ണ എന്ന് പറഞ്ഞു. എന്നിട്ട് ധർമ്മപുത്രരോട് പറഞ്ഞു, ധർമ്മപുത്രരെ നീ ഒരു കാര്യം ചെയ്യൂ, നീയും ഈ രാജ്യത്ത് പോയിട്ടാണെന്നുണ്ടെങ്കിൽ എത്ര അധർമ്മികളുണ്ട് എന്ന് കണക്കെടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. ധർമ്മപുത്രർ പോയിട്ടാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു, തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഭഗവാനെ എല്ലാവരും ധാർമ്മിക മാർഗത്തിലാണ് നടക്കുന്നത്, ഒരു അധർമ്മികളെ പോലും എനിക്ക് കാണാൻ പറ്റിയില്ല. ഒന്നല്ലെങ്കിൽ വേറൊരു ക്വാളിറ്റി എല്ലാവരിലും ഉണ്ട് ഭഗവാനെ,
ഒരു അധർമ്മികൾ പോലും ഈ രാജ്യത്തില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായോ? രണ്ടുപേരുടെ രണ്ട് വ്യൂസ് ഓഫ് ഒപ്പീനിയൻ ആയിരുന്നു, രണ്ടുപേർക്കും രണ്ട് അഭിപ്രായങ്ങളായിരുന്നു. ഒരാൾ നോക്കുന്ന സമയത്തുണ്ടല്ലോ ഒരു മനുഷ്യർക്ക് ഒരു ഗുണവുമില്ല ദുര്യോധനൻ നോക്കുന്ന സമയത്ത്. അതേസമയം ധർമ്മപുത്രൻ നോക്കുന്ന സമയത്തും എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ട്. ഫുള്ളായിട്ട് പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് സാക്ഷാത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. പരിപൂർണ അവതാരം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളെന്നുള്ളതാണ്. ബാക്കിയെല്ലാം അംശാവതാരങ്ങള് പൂർണ്ണാവതാരം പരിപൂർണമല്ല. അങ്ങനെയുള്ള അവതാരം പരിപൂർണനായിട്ട് വന്നിരിക്കുന്നത് വെറും ശ്രീകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ധർമ്മപുത്രർ നോക്കുന്ന സമയത്ത് എല്ലാവർക്കും കുറെയൊക്കെ ക്വാളിറ്റീസ് ഉണ്ട്. അതുകൊണ്ട് രണ്ടുപേരുടെ രണ്ട് ഒപ്പീനിയന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്നവർ ഒരുപാട് പേര് കുംഭമേളയിൽ പോയി കാണും. ഇവിടെ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്, പിന്നെ വേറെയുള്ളവരുടെ അഭിപ്രായം എനിക്ക് അറിയില്ല. അതിനാൽ ഞാൻ ഈ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ദശകം 36 വരെ കഴിഞ്ഞു. ദശകം 36 ഏത് അവതാരമായിരുന്നു? മക്കളുമാരെ ഉറങ്ങിയോ? ഏത് അവതാരമായിരുന്നു? പറ ശരിയാ, പരശുരാമ അവതാരമായിരുന്നു. ഇനി അടുത്തത് നമ്മുടെ ഉണ്ണിക്കണ്ണനെ ഈ ഭൂമിയിലേക്ക് വരാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ദർശനം തരാൻ വേണ്ടിയിട്ട്. ദശകം 37 പറയുന്നത് കൃഷ്ണ അവതാര പ്രസ്താവനയാണ് പറയുന്നത്. കൃഷ്ണൻ വരാനുള്ള കാരണമാണ് പറയുന്നത്. ഞാൻ അന്നേരം മക്കൾക്ക് വേണ്ടിയിട്ട്, എല്ലാ മക്കളുമാർക്കും വേണ്ടിയിട്ട് കൃഷ്ണൻ വരാനുള്ള കാരണം അത് കഥയായിട്ട് പറഞ്ഞിട്ട്, കഥയല്ല ഭാഗവതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്തെന്ന് പറഞ്ഞാൽ അത്ര അങ്ങോട്ടും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടില്ല, എന്നാലും കൊടുത്തിട്ടുണ്ട്. എന്നാലും ആ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ തന്നെ ഒന്നുകൂടി പറയാം. ഭൂമിദേവിക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അസുരന്മാരുടെ ഭാരം മുഖാന്തരം ഭൂമിദേവിക്ക് ഭാരം താങ്ങാൻ പറ്റാതെ വന്നു എന്നുള്ളത്. ഭൂമിദേവി എന്താ പറയുന്നത്? ഒരു സിസ്റ്ററെ ഉള്ളതുണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് അവരെ താങ്ങാൻ യാതൊരുവിധ പ്രയാസവുമില്ല. പക്ഷേ അസുരന്മാര് ഒരു സിസ്റ്ററല്ല 10,000 സിസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഒരു പ്രയാസവും ഇല്ല. പക്ഷെ ഒരു അസുരൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഭാരം താങ്ങാൻ പറ്റുന്നില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ, കലികാലമാണ്. കലികാലത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എല്ലാവരും അസുരന്മാരാ. 75% അസുരന്മാരാണുള്ളത്. ഒരു കാര്യങ്ങളും നല്ലതുപോലെ നല്ല കണ്ണിൽ അവർ നോക്കില്ല എന്നുള്ളത്, നല്ലൊരു ഒപ്പീനിയൻ പറയില്ല. എന്തായി കഴിഞ്ഞു കഴിഞ്ഞാലും അതിന്റെ ഒരു ബാഡ് ഒരു ചീത്ത വശം മാത്രമേ അവർ കാണൂ എന്നുള്ളതാണ്. അങ്ങനെ അസുരന്മാരുടെ ഭാരം താങ്ങാൻ വയ്യാഞ്ഞിട്ട് ഭൂമിദേവി കരഞ്ഞുകൊണ്ട് എവിടെ പോയി? ആദ്യം ബ്രഹ്മലോകത്ത് പോയി. ബ്രഹ്മാവിനോട്, നമ്മുടെ അപ്പൂപ്പനോടല്ലേ നമ്മൾ ആദ്യം, അച്ഛനോടോ അല്ലെങ്കിൽ അപ്പൂപ്പനോടൊക്കെ അല്ലേ നമ്മൾ ആദ്യം സങ്കടം പറയുന്നത്. നേരെ ബ്രഹ്മലോകത്ത് പോയി. ബ്രഹ്മലോകത്ത് പോയിട്ട് ബ്രഹ്മാവിനറിയാം ഭൂമിദേവിയുടെ കഷ്ടപ്പാട് എന്താണെന്നുള്ളത്. ആസ്വദിക മുഖാന്തരം ഭൂമിദേവിക്ക് ഭാരം താങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവ് എന്ത് പറഞ്ഞു? എനിക്കറിയാം നിന്റെ കഷ്ടപ്പാടുകൾ എന്തൊക്കെയാണെന്നുള്ളത്. നമുക്കൊരു കാര്യം ചെയ്യാം, ശ്രീശങ്കരനെയും കൂടെ വിളിച്ചുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് കൈലാസത്ത് പോകുന്നു. കൈലാസത്ത് പോയിട്ട് ശങ്കരൻ പാർവതി ഗിരിജാ സമേതനായിട്ട് നന്ദി എല്ലാവരുമായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിന്റെ കൂടെ ഭൂമിദേവിയുടെ കൂടെ പോകുന്നുണ്ട്. എല്ലാ ദേവതകളും ഉണ്ട്. എന്നിട്ട് അവർ എന്ത് ചെയ്തു? വൈകുണ്ഠത്ത് എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാനെ സ്തുതിക്കുന്നു. ഭഗവാനെ സ്തുതിക്കുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവിന്റെ മനസ്സിൽ ഉദിച്ചെന്ന് പറയുന്നത്. ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന് ശംഖചക്ര ഗദാധാരിയായിട്ട് വൈകുണ്ഠത്തിന്റെ വാതിൽപ്പടിയിൽ ഇവർ നിൽക്കുന്ന സ്ഥലത്ത് വന്നിട്ട് പറഞ്ഞു, എനിക്കെല്ലാം അറിയാം, ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പരിപൂർണ അവതാരമായിട്ട് ഈ ഭൂമിയിലേക്ക് ഞാൻ വരുന്നുണ്ട്. എന്റെ അംശാവതാരമല്ല, പൂർണ്ണ അവതാരമല്ല, പരിപൂർണ അവതാരമായിട്ട് ഞാൻ ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. രാധാറാണിയുടെ ഒപ്പം ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യണം. എന്താണ് ചെയ്യുന്നത്? എന്റെ ആഗമനത്തിന് മുൻപ് തന്നെ ദേവന്മാരെല്ലാവരും എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്ന് ജനിക്കണം. അങ്ങനെ ദേവതകളാണ് ഈ ഗോപന്മാരും ഗോപികമാരും എന്ന് പറയുന്നത്. അങ്ങനെ ഈ വലിയ യോഗീന്ദ്രന്മാരാണ് ഈ കുരങ്ങന്മാരായിട്ടൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അരെ എന്തെങ്കിലുമൊക്കെ ഒരു ശകല മിസ്റ്റേക്ക് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വന്നിട്ടുണ്ടാകും. അന്നേരം ഈ വൃന്ദാവനത്തിൽ അതല്ലേ, കുരങ്ങന്മാർ എന്ത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും ആരും അതിന് ഒന്നും ചെയ്യില്ല. എന്താ, നമ്മളിപ്പോ ഒരു കിലോ ആപ്പിൾ അല്ലെങ്കിൽ ഒരു കിലോ പഴം വാങ്ങിച്ചോണ്ടായിരിക്കും ഇങ്ങനെ പോകുന്നത്. സുഖമായിട്ട് അവർ പുറയുന്നു വന്നിട്ട് തട്ടിക്കൊണ്ടുപോകും.
ഒരു കണ്ണാടി വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഈവൻ നിങ്ങൾ റഷ്യയിൽ ഇരിക്കുവാന്നെങ്കിലും ഉണ്ടല്ലോ, ആ കണ്ണാടി എടുത്തുകൊണ്ട് അവര് എങ്ങനെ പോകുന്നെന്ന് അറിയില്ല എന്നുള്ളതാ. നമുക്ക് നമ്മൾ പോലും അറിയില്ല, കണ്ണാടി ഇല്ലാതെ വരും, അവരുടെ കൈ കണ്ണാടി ഇരിക്കുമ്പോഴാണ് നമ്മൾ നോക്കുന്നതെന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മളെ ഇങ്ങനെ കാണിക്കും എന്നുള്ളത്, കാണിക്കും. എന്നിട്ട് ഉടനെ കടക്കാർ പറയും ഒരു കാര്യം ചെയ്യും, ഒരു ഫ്രൂട്ടി വാങ്ങിച്ചു കൊടുക്കാൻ പറയും. ഇപ്പൊ പണ്ടത്തെ കാലത്ത് ഒരു ഫ്രൂട്ടി കൊണ്ട് എന്ത് ചെയ്യുമായിരുന്നു, അത് പിടിക്കുമ്പോൾ കണ്ണാടി ഇങ്ങനെ താഴെ ഇടുമായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല, അവരും പഠിച്ചു പോയി. നമ്മൾ എത്ര സ്മാർട്ടാണോ അവർ അതിലും സ്മാർട്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യും, അവര് ഒരു ഫ്രൂട്ടി ഇടത്തെ കൈ കൊണ്ട് പിടിക്കും, എന്നിട്ട് അടുത്ത ഫ്രൂട്ടിയില് വലത്തെ കൈ കൊണ്ട് പിടിക്കുമ്പോൾ കണ്ണാടി താഴെ പോകുന്നുള്ളതാണ്. അങ്ങനെ ഒരിക്കലും ഈ ഒരുപാട് ഇങ്ങനെ ശല്യം വന്ന സമയത്തുണ്ടല്ലോ, വൃന്ദാവൻ പരിക്രമ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏതോ വലിയ VIP ഉണ്ടായിരുന്നു. അവരിങ്ങനെ അവരെ ശല്യപ്പെടുത്തി കുരങ്ങന്മാരെല്ലാരും. അന്നേരം അവര് ഉടനെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ദേശത്ത് ചെന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്ത് ഇവിടുത്തേക്ക് ഓർഡർ കൊടുത്ത് കുരങ്ങന്മാരെല്ലാം പിടിച്ചിട്ട് എവിടെയെങ്കിലും കാട്ടിക്കൊണ്ട് കളയാനെ കൊണ്ട്. പക്ഷെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്ക് അവിടുത്തെ ആശ്രമവാസികൾ എല്ലാവരും കുടിഞ്ഞു വെളിയിലിറങ്ങി. എന്തിനു വേണ്ടിയിട്ടാ, പറ്റില്ല. ഭഗവാന്റെ ഏറ്റവും സന്തത സഹചാരികളായിരുന്നു കുരങ്ങന്മാര്. അതുകൊണ്ട് കുരങ്ങന്മാരെ നിങ്ങൾ എങ്ങും പിടിച്ചുകൊണ്ട് പോകണ്ട, കുരങ്ങന്മാർ ഇവിടെ തന്നെ വേണം. ഈ കുരങ്ങന്മാരില്ലെന്നുണ്ടെങ്കിൽ വൃന്ദാവനം ഇല്ല. സത്യമായിട്ടോ, നമ്മൾ വൃന്ദാവൻ പരിക്രമം ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ആദ്യം നോക്കുന്നത് കുരങ്ങൻ എന്ത് കൊടുക്കുന്നുണ്ടോ, കുരങ്ങൻ ഇങ്ങനെ വരുന്നുണ്ടോ, കുരങ്ങൻ അങ്ങ് വരുന്നുണ്ടോ. നമുക്കത് മനസ്സിന് അവരെ കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷമാണെന്ന് അറിയാമോ. മയിലിനെ അധികം കാണുന്നില്ല, എന്നാൽ തന്നെ മയില്, കുരങ്ങനെ, പശുക്കള്, അവരെയൊക്കെ കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ വൃന്ദാവനത്തിന്റെ ആ ഒരു ഇത്. മൃഗങ്ങളും കൂടിയാണെന്നുണ്ട്, മൃഗങ്ങളും മനുഷ്യരും കൂടി ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് വൃന്ദാവനം എന്നുള്ളതാണ്. അങ്ങനെ അവരെല്ലാവരും ഭഗവാന്റെ അവതാരത്തിന് മുമ്പിട്ട് തന്നെ വൃന്ദാവനത്തിൽ വന്ന് ജനിച്ചു കഴിഞ്ഞു. ജനിച്ചു കഴിഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ അവതരിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലീല വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മധുരയിലെ രാജാവായിട്ടുള്ള ശൂരസേനന്റെ മകനാണ് വസുദേവര്, ദേവകന്റെ മകളാണ് ദേവകി. എന്നിട്ട് ഈ ദേവകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംസന്റെ യഥാർത്ഥ സ്വന്തം പെങ്ങളല്ല, കസിൻ സിസ്റ്റർ ആയിട്ട് വരും. അച്ഛന്റെ അനിയന്റെ മകളാണ്, ഉഗ്രസേനന്റെ അനിയന്റെ മകളാണ് ദേവകി. എന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, പക്ഷെ നമ്മുടെ ഇവിടുത്തെ കൂട്ടൊന്നും അല്ല കേട്ടോ. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ താമസിക്കും. ഇവര് പിന്നെ രാജാക്കന്മാര് രാജകുടുംബം എന്നാൽ തന്നെ, അല്ലെങ്കിൽ വെറും സാധാരണക്കാരായാൽ പോലും എന്ത് ചെയ്യും, അവരൊരു കുടുംബം ഇപ്പോഴും കൂട്ടുകുടുംബം അവിടെ നടക്കുന്നതിനുള്ളതാണ്. മൂത്ത ഇവരെ കല്യാണം കഴിച്ചുകൊണ്ട് വരുമ്പോഴേ അമ്മമാർ എന്ത് ചെയ്യുന്നു അറിയാമോ, ഇങ്ങനെ ഒരു താക്കോൽ കൂട്ടം ഉണ്ടാവും. ആ താക്കോൽ കൂട്ടം ആ മരുമകളുടെ കൈ കൊടുക്കും. പിന്നെ അവളാണ് അവിടുത്തെ ഇത് ചെയ്യുന്നതെല്ലാം. ഇവരവിടെ മാറിയിരുന്നിട്ട് ഇവർക്ക് എല്ലാ ആഹാരവും എല്ലാം കൈ കൊണ്ട് കൊടുക്കണം. അവർ ഉറങ്ങിയതിന് കാല് തടവി കൊടുക്കും. ഉറങ്ങിയതിന് ശേഷം മാത്രമേ ഇവർ ഉറങ്ങാൻ പോകാൻ പാടുള്ളൂ. അങ്ങനെയൊക്കെ ഇപ്പോഴും ഒരുപാട് അങ്ങനെ നടക്കുന്നുണ്ടെന്നുള്ളത്. എന്താ പ്രായമായവരെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന് തുല്യമായിട്ട് അവർ കണക്കാക്കിയിട്ട് അവരെ ശുശ്രൂഷിക്കുന്നതെന്നുള്ളതാണ്. അങ്ങനെ അനിയന്റെ ഭാര്യയായ അനിയനായാലും അനിയന് പിന്നെ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂത്ത ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയുടെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കും. അങ്ങനെ അവർ കല്യാണമൊക്കെ കഴിച്ച് ഒരു കുടുംബത്തിൽ തന്നെ ഇരിക്കും. പിന്നെ പല പല മുറികൾ, പക്ഷെ കിച്ചൺ ഒന്ന് തന്നെയായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നത്. സ്വന്തം പെങ്ങളല്ലേലും കംസൻ സ്വന്തത്തിൽ പെങ്ങളെക്കാളും കൂടുതലാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ വസുദേവരും ഈ കംസന് സഹോദരി രഥം നടത്തിക്കൊണ്ടൊരു സാരഥിയായി എന്നുള്ളത്. ആ രഥത്തിന് വസുദേവരും ദേവകിയും കൂടെ പോകുന്ന ആ രഥത്തിന്റെ സാരഥിയായിട്ട് കംസൻ കുറെ മുന്നോട്ട് രഥം തെളിച്ചു പോകുമ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊന്നും പറയണ്ട, കൊടുത്ത കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ കൊടുത്തു. എന്നിട്ട് സ്വന്തം പെങ്ങളെ അത്രയ്ക്ക് സ്നേഹത്തിൽ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത്, കുറച്ചുകൂടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഭഗവാന്റെ ലീലകൾ അവിടെ തുടങ്ങി എന്നുള്ളതാ. എന്താണ് പറയുന്നത്, ഒരു അശരീരി കേൾക്കുന്നു. ആ അശരീരി എന്താ പറയുന്നത്, അതും ദൃഢമായിട്ടുള്ള സൗണ്ടിലാ പറയുന്നതെന്നുള്ളത്, വ്യക്തമായിട്ടുള്ള സൗണ്ടില്. ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്റെ ഘാതകനാവും എന്നുള്ളതാണ്, നിന്നെ വധിക്കും. നീ എന്തെല്ലാം മാർഗം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും ഇവളുടെ 8ാമത്തെ പുത്രൻ നിന്നെ വധിക്കും എന്നുള്ള ആ അശരീരി ഒരു തവണയല്ല 2 തവണയല്ല ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുവോ എന്നുള്ളതാണ്. അങ്ങനെ കംസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ, കാലനേമിയുടെ പുനർജന്മമാണ് ഈ കംസനെ
കംസന്റെ യഥാർത്ഥത്തിൽ ഒരു അസുരന്റെ തന്നെ പുനർജന്മമല്ലേ. കാലനേമി ആരായിരുന്നു? അസുരൻ തന്നെയായിരുന്നു. അതെ, ഈ കംസനും അത് തന്നെ. കംസന്റെ പുറകിൽ ഒരു ചരിത്രമുണ്ട്. അതൊക്കെ പിന്നെ ഉള്ള കാര്യങ്ങളാണ്. അങ്ങനെ കംസനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു? രഥം അവിടെ നിർത്തി എഴച്ച് കൊണ്ടുവന്നിട്ട് അവളെ വെട്ടാനൊരുങ്ങുക എന്നുള്ളതാണ്. വെട്ടാനൊരുങ്ങുന്ന സമയത്ത് വസുദേവർ ചെന്ന് കൈകൾ പിടിച്ചു കുറെ അനുനയിപ്പിച്ചിട്ടൊക്കെ കുറെ പുകഴ്ത്തിയൊക്കെ പറഞ്ഞു. പെൺകൊല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മഹത്യ പാപമാണ് ഇത് ചെയ്യുന്നത്. നിനക്ക് ഇത്രയും പേരും പെരുമയുണ്ട്. നീ പക്ഷെ എത്ര ധാർമ്മികനാണ്. അങ്ങനല്ലേ നീ ജീവിക്കുന്നത്? പിന്നെ എന്താണ് ഇങ്ങനെ ചെയ്യാൻ വന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒന്നും കംസന് യാതൊരു മാറ്റവും ഇല്ല. പക്ഷെ പിന്നെ പറഞ്ഞു, ഇവളല്ലല്ലോ നിന്നെ കൊല്ലാൻ പോകുന്നത്. അതുകൊണ്ട് ഇവളുടെ 8ാമത്തെ പുത്രനല്ലേ നിന്നെ കൊല്ലാൻ പോകുന്നുള്ളൂ. നീ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഓരോ കുഞ്ഞിനെ നിനക്ക് കൊണ്ടുതരാം. നിനക്ക് കൊണ്ടുതന്നു നീ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെയ്തോളാൻ പറയുമെന്നുള്ളതാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴാ വസുദേവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യവാദിയാണ്. സത്യത്തിന് നിരക്കാത്ത ഒരു കാര്യവും അദ്ദേഹം ചെയ്യില്ല. അതുകൊണ്ട് കംസന് ഭയങ്കരമായിട്ടുള്ള വിശ്വാസമാണ് വസുദേവരില്. അന്നേരം അവരെ ഫ്രീ ആക്കി വിട്ടിട്ട് അവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വസുദേവരും ദേവകിയും കൂടെ പോകുന്നു. പോയി കഴിഞ്ഞിട്ട് അവർക്ക് ആദ്യത്തെ കുട്ടി ഉണ്ടാകുന്നു. കുട്ടി ഉണ്ടാകുന്ന സമയത്ത് വളരെ സങ്കടത്തോടായി കഴിഞ്ഞാലും വസുദേവര് എന്ത് ചെയ്യുന്നു? കംസന്റെ അടുത്ത് ഈ കുഞ്ഞിനെ കൊണ്ടു കൊടുക്കുന്നു. അന്നേരം കംസൻ തന്നെ പറയുന്നുണ്ട്, ഈ കുട്ടി അല്ലല്ലോ എന്നെ കൊല്ലുന്നത്, 8ാമത്തെ കുട്ടിയല്ലേ കൊല്ലുന്നത്. അതുകൊണ്ട് ഒരു കാര്യം അതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടുപോയി നിങ്ങൾ വളർത്തിക്കൊള്ളാൻ പറയും. അങ്ങനെ കൊണ്ടുവന്നിട്ട് നാമകരണം എല്ലാം ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നാരദരെങ്ങനെയാ, ഭഗവാന്റെ അവതാരം എളുപ്പം വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നാരദരാന്നുണ്ടെങ്കിൽ കംസനോട് വന്ന് പറയുന്നു, ഇവരെല്ലാം ദേവാംശന്മാരാണ്. നീയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ആസുര വംശത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുടെ 8ാമത്തെ ആദ്യത്തെ കുട്ടിയായിരിക്കും ചിലപ്പോൾ 8ാമതായിട്ട് വരുന്നത്. നിനക്ക് എങ്ങനെ അറിയാം ഇവനായിരിക്കും നിന്നെ കൊല്ലുന്നതെന്നുള്ളത്? അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ അങ്ങനെയൊന്നും ചെയ്യണ്ട കേട്ടോ, നീ ഭയങ്കര നല്ലതാ എന്നൊക്കെ പറഞ്ഞിട്ട് നാരദർ കുറെ ഇളക്കി കൊടുക്കും. അങ്ങനെ പോയിട്ട് ഈ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് അവിടെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജയിലില് കല്ലുകൾ അടച്ച് അതിനെ കൊല്ലുക എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്യും? മന്ത്രിമാരുണ്ടല്ലോ, അവരുടെ വാചകങ്ങളെല്ലാം കേട്ടിട്ട് ദേവകിയും വസുദേവരെയും കൊണ്ടുവന്നിട്ട് കാരാഗ്രഹത്തിൽ അടയ്ക്കുക ചെയ്യുന്നത്. കാരാഗ്രഹത്തിന് നമ്മള് മധുരയിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോഴും ആ കാരാഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. ആ കാരാഗ്രഹത്തിൽ പോയിട്ട് ഞങ്ങൾ ഒരിക്കലും അവതാരമായി എന്നുള്ള പാട്ട് പാടി എന്നുള്ളതാണ്. അവിടെ നിന്ന് എങ്ങനെയാ ചിലപ്പോഴൊക്കെ ഭഗവാന് ഭയങ്കര ലീലകളാണെന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരോടും 10 സ്ത്രീകളുണ്ടായിരുന്നു. ഒരിച്ചിരി വൈകുന്നേര സമയത്താണ്, വലിയൊരു റഷില്ല, നല്ല റഷുണ്ട്. പക്ഷെ അതിലെ ഒരു മാതാജി ഭയങ്കര സ്മാർട്ടായിരുന്നു. അവരെന്ത് ചെയ്തു? നമ്മൾ ഇങ്ങനെ പോകുന്ന സമയത്തുണ്ടല്ലോ പുറകോട്ട് മാറണം. അവിടെ നിൽക്കുന്നവർ പറയും പോന്ന് പറയും. പക്ഷെ നമ്മൾ അങ്ങനെ പോകരുത്, അവിടെ നിന്ന് എല്ലാം കാണണം. എന്നിട്ട് പുറകോട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ കാണാം. അവരവിടെ ഇരുന്നിട്ട് അവതാരമായെന്നുള്ള പാട്ട് അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് പാടാൻ തുടങ്ങിയെന്നാണ്. പിന്നെ ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നിട്ട് അവരുടെ കൂടെ അങ്ങ് അവതാരമായെന്നുള്ള പാട്ട്, ആ പാട്ട് തീരുന്നിടം വരെ എന്താ ഭഗവാന്റെ ഓരോരോ ലീലകൾ, ഒരുപാട് ലീലകൾ ഞങ്ങളെ പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ ആ അവതാരമായെന്നുള്ള പാട്ട് പാടി തീരുന്നിടം വരെ അവിടുത്തെ സെക്യൂരിറ്റികൾ ഒരു അക്ഷരം വേണ്ടിയില്ലെന്നുള്ളതാണ്. എന്ത് രസമായിട്ട് ഞങ്ങൾ പാടിയെന്നറിയാമോ? അങ്ങനെ ആ ജയിലറ ഇപ്പോഴും ഉണ്ടെന്നുള്ളതാണ്. ആ ദേവകിയും വസുദേവരെ ഇട്ടെടുത്തത് ഭഗവാനാണെന്നുണ്ടെങ്കിൽ അവതരിച്ച ആ സ്ഥലവും എല്ലാം. അങ്ങനെ ദേവകിയും വസുദേവര് കാരാഗ്രഹത്തിലിടുന്നു, ചങ്ങലക്കിട്ട് പൂട്ടുന്നു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് 6 കുട്ടികളുണ്ടായി. ആ 6 കുട്ടികളെയും അവിടെ ഒരു കല്ലുണ്ട്, ആ കല്ലില് തച്ച് കൊല്ലുക ചെയ്യുന്നതിനുള്ളതാണ്. ഇവരെ എന്ന് പറഞ്ഞ ഈ 6 വസുക്കൾക്കും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ശാപം കിട്ടിയതായിരുന്നു. എന്താന്ന് വെച്ചാൽ ഭൂമിയിലൊന്ന് ജനിക്കണം, ജനിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ അവരെ അങ്ങനെ 6 കുട്ടികളെയും കൊന്നു. 7ാമതൊരു കുട്ടി ഉണ്ടാകുമ്പം ഭഗവാൻ സ്വയം പറയുന്നുണ്ട്, മഹാമായിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, എന്താ പറയുന്നത്? ഇവനെ സംഘർഷിപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഭാര്യയായിട്ടുള്ള രോഹിണി ഇതേപോലെ നന്ദഗാവിൽ താമസിക്കുന്നുണ്ട്, ഗോകുലത്തിൽ താമസിക്കുന്നുണ്ട്. ആ ഗോകുലത്തിൽ താമസിക്കുന്ന രോഹിണി ദേവിയുടെ ഗർഭത്തിൽ കൊണ്ടാക്കണം എന്ന് പറയും. നമുക്ക് ഇപ്പം പറയത്തില്ല ഇതേപോലെ കാര്യം നടക്കുന്നില്ല. ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വേറൊരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ഭ്രൂണത്തിന് വിടുക. പണ്ട് ഇതൊന്നും ഒരു പുതുമയല്ല. നമുക്കിതെല്ലാം അറിയാവുന്നവർക്കുണ്ടല്ലോ, ഇതൊന്നും ഒരു പുതുമയല്ല. 5000 വർഷക്കാലം മുമ്പിട്ട് സ്വയം ഭഗവാൻ ഇതെല്ലാം ചെയ്തെന്നുള്ളതാണ്.
നിങ്ങൾ വിചാരിക്കും ഇതിന് പ്രൂഫ് ഉണ്ടോ? നിങ്ങൾ ശ്വസിക്കുന്ന എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ? നിങ്ങൾ ഓക്സിജനെ കണ്ടിട്ടുണ്ടോ? അല്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഉള്ളിലിരിക്കുന്ന ഹൃദയമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ശരീരം തന്നെ ഇങ്ങനെയാ ഒരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയിൽ എന്തൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് വല്ലതും അറിയാമോ? ഇല്ലല്ലോ. എന്ന് പറയുന്നത് പോലെയാണ് ഇത്. എന്നിട്ട് എന്ത് ചെയ്തു? ഏഴാമത്തെ അതിനെ എന്ത് ചെയ്തു? സംഘർഷിപ്പിച്ചിട്ട് അന്യഭാര്യയായിട്ടുള്ള രോഹിണി ദേവിയുടെ ഗർഭത്തിൽ കൊണ്ടിട്ടു. അങ്ങനെ ആ ഗർഭം പൂർണ്ണമായി. എന്നിട്ട് കുട്ടി ഉണ്ടാവുന്നു. അതിനാണ് സംഘർഷണം എന്നുള്ള പേര് കിട്ടിയെന്നുള്ളത്. സംഘർഷിപ്പിച്ചെടുത്തത് കൊണ്ട് സംഘർഷണം എന്നുള്ള പേര് കൊടുത്തു എന്നുള്ളതാണ്. പിന്നെ ഭഗവാനാണെന്നുണ്ടെങ്കിൽ യോഗമായി വിളിച്ചു പറയുന്നുണ്ട്, ഇനി ഞാനാണ് ദേവകി ദേവിയുടെ ഗർഭത്തിൽ വരാൻ പോകുന്നത്. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം? ഇവിടെ ഗോകുലത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ യശോദയുണ്ട്. യശോദയുടെ പുത്രിയായിട്ട് ഞാൻ ഇവിടെ പിറക്കുന്ന സമയത്ത് നീ അവിടെ യശോദാമ്മയുടെ പുത്രിയായിട്ട് അവിടെ പിറക്കണം. എന്നിട്ട് ബാക്കിയെല്ലാം ഞാൻ തന്നെ ചെയ്തോളാം. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്റെ അച്ഛനെ അവിടെ കിടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ നിന്നെ അവിടെ നിന്നിട്ട്, ദേവിയെ അവിടെ നിന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കംസൻ വന്നിട്ട് തച്ചടയ്ക്കാൻ നേരത്ത് ഭഗവതി പിന്നെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ പല രൂപത്തില് കലികാലത്തിൽ ജനങ്ങൾ ഭഗവതിയെ ആരാധിക്കും എന്ന് പറയുന്നു. ചണ്ഡികയായിട്ട്, ദുർഗാദേവിയായിട്ട്, അങ്ങനെ പല പല രൂപത്തിലും പല പല പേരുകളിലും കലികാലത്തിൽ അമ്മയെ ആരാധിക്കും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹം കൊടുത്തിട്ട് യോഗമായ അതേപോലെ തന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ആഗമനത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ 8ാമത് ഗർഭിണിയാവുന്നു ദേവകി ദേവി. എന്താ ചെയ്യുന്നത്? ഭഗവാനെ എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുന്ന വസുദേവന്റെ ഹൃദയത്തിൽ ഭഗവാൻ വാസം വിളിച്ചിട്ട് ആ ഹൃദയത്തിൽ നിന്ന് തന്നെയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേവകി ദേവിയുടെ ഗർഭത്തിലേക്ക് അത് ചെന്നിട്ട് ഭഗവാന് ചെല്ലുന്നു സ്വയം. എന്നിട്ട് ദേവകി ദേവിക്ക് ഭയങ്കര പ്രകാശമൊക്കെ. അങ്ങനെ കംസന് മനസ്സിലാവുന്നുണ്ട് ഇത് 8ാമത്തെ ഗർഭം കൂടിയ എന്റെ അന്തകൻ തന്നെയാണ്, എന്റെ ഘാതകൻ തന്നെയാണ് ഇതിനകത്തുള്ളതെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എപ്പോഴും ഒരു കാര്യം കംസൻ അറിയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ എപ്പോഴും എന്റെ അന്തകൻ എന്നുള്ള ആ ഒരു രൂപത്തിലാണ് ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സകല സമയത്തും വിഷ്ണുവിനെ തന്നെ. വിഷ്ണുവാണല്ലോ അന്തകന്. അതായത് ആ വിഷ്ണുവിന്റെ സ്മരണയെ തന്നെ, വൈരാഗ്യ ബുദ്ധിയിൽ തന്നെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരുന്നു. ഭഗവാൻ എന്താ പറഞ്ഞ? പ്രേമത്തിലായാലും വൈരാഗ്യത്തിലായാലും ഏത് രീതിയിലായാലും എന്നെ എപ്പോഴും നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നാ പറഞ്ഞെന്നുള്ളത്. കാരണം ഒരു ഗ്ലാസ് വെള്ളം കണ്ടു കഴിഞ്ഞാലും കംസൻ എന്താ ഉടനെ വിചാരിക്കുന്നത്? അതെ, ഇതിനകത്തും വിഷ്ണുവാണോ? ഉടനെ അവിടെ ആരുടെ ഓർമ്മയാ വന്നിരിക്കുന്നത്? വിഷ്ണുവിന്റെ. അതേപോലെ തന്നെ നമ്മളൊക്കെ കഴിഞ്ഞ് നമ്മളെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആൾക്കാർ കളിയാക്കുന്നുണ്ട്. ഹരേകൃഷ്ണക്കാർ വന്ന് കംസക്കമ്മ ഹരേ കൃഷ്ണ എന്നുള്ള ഒരു നാമം അവരുടെ വായിൽ നിന്ന് വീഴുന്നുണ്ടല്ലോ. അത് തന്നെ അവർക്ക് ചെയ്യുന്ന ഒരു പുണ്യമാണെന്നുള്ളതാണ്. അങ്ങനെ ഇവിടെ എന്താ ചെയ്യുന്നത്? കംസൻ എപ്പോഴും ദേവകിയുടെ അടുത്ത് വരും. ഇങ്ങനെ ആ പ്രകാശം കൊണ്ട് കണ്ണ് മഞ്ചിച്ചിട്ട് തിരിച്ചു പോകുമെന്നുള്ളത്. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞ സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേവകി ദേവി ഒരു അർദ്ധരാത്രിയില് ചിങ്ങമാസത്തിലെ അഷ്ടമി രോഹിണിയില് എല്ലാ അഭിജിത്ത് നക്ഷത്രവും എല്ലാ നക്ഷത്രങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ആ ദിവസത്തില് കാറ്റും കോളും മഴയും ഇടിയും ശബ്ദവും മാത്രം എല്ലാ ഭടന്മാരും എന്തായി ഉറങ്ങിപ്പോയി എന്നുള്ളതാണ്. ഉറങ്ങിപ്പോയിട്ട് ഭഗവാൻ അവിടെ ആ ഫോട്ടോ ഇപ്പോഴും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാരാഗ്രഹത്തില് ശംഖചക്ര ഗദാധാരിയായിട്ട് ഇവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുക ചെയ്യുന്നത്. ദേവകി ദേവിയുടെ വസുദേവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ഇവരെ ഭഗവാനെ സ്തുതിക്കുന്നു. ഇവര് രണ്ടുപേരും സ്തുതിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയും, അവസാനം ദേവകി ദേവി പറയും, ഭഗവാനെ ഈ രൂപത്തിലാണെന്നുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കംസൻ അങ്ങേക്കൊല്ലും. അതുകൊണ്ട് അതെന്നുണ്ടെങ്കിൽ മാനുഷ്യ വേഷം കൊണ്ടിട്ട് കുഞ്ഞായിട്ട് എൻ്റെ അടുത്ത് കിടക്കണമെന്ന് പറയും. അങ്ങനെ ഭഗവാനാണെന്നുണ്ടെങ്കിൽ ബാലവേഷം കൊണ്ടിട്ട് കുട്ടിയായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അമ്മയുടെ അടുത്ത് കിടന്നിട്ട് കാലും കൈയും കുടഞ്ഞ് കരയുന്ന ആ രൂപത്തില് കണ്ണന്റെ ആ രൂപം അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു, ദേവകി ദേവിക്ക് കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭഗവാൻ സ്വയം പറയുന്നുണ്ട്, ഒരു കാര്യം ചെയ്യൂ, വസുദേവരാണെന്നുണ്ടെങ്കിൽ എന്നെ എടുത്തിട്ട് ഈ യമുനാനദിയുടെ അപ്പുറത്ത് ഗോകുലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ യശോദ നന്ദനും ഈ വസുദേവരുടെ തന്നെ കൂട്ടുകാരനാണ്. യശോദാമ്മ ഒരു പെൺകുട്ടിയെ പ്രസവിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടിയെ എടുത്തോണ്ട് ഇവിടെ വരണം, എന്നെ അവിടെ കിടത്തും വേണമെന്ന് പറയും. അത് ആരും അറിയുകയും ചെയ്യണ്ട എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വസുദേവര് ഭഗവാൻ എന്ത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കാണത്തില്ലേ ഒരു കൊട്ടയിലൊക്കെ ഇങ്ങനെ വെച്ചിട്ട്
അന്നത്തെ ആ രാത്രി എന്ന് പറഞ്ഞാൽ യമുനയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറ്റി ഒഴുകുന്ന ആ സമയമാണ്. വസുദേവരാണെന്നുണ്ടെങ്കിൽ യമുനമ്മയോട് പ്രാർത്ഥിച്ചു, എന്റെ കുഞ്ഞിനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പുറത്ത് കടത്തണം, അതുകൊണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് വഴി മാറി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ വസുദേവരുടെ ആ പ്രാർത്ഥന കൊണ്ട് യമുനമ്മയെ വഴിമാറി കൊടുത്തു. എന്നാൽ തന്നെ ഭഗവാനെ ഒന്ന് സ്പർശിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും പിന്നെയും യമുനാദേവി ഇങ്ങനെ കയറി കയറി വരും എന്നുള്ളതാണ്. അന്നേരം ഭഗവാൻ മനസ്സിലായി കഴിഞ്ഞു യമുനാമയ്യക്ക് എന്റെ പാദസ്പർശം വേണം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു, ആ കാല് താപ്പോട്ടിട്ട് കൊടുത്തിട്ട് യമുനാമയ്യക്ക് ആ പാദസ്പർശം കൊടുത്തു എന്നുള്ളത്. പിന്നെ യമുനാദേവി ശാന്തയായിട്ട് ഇവരെ വസുദേവര് സുഖമായിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗോകുലത്തിൽ ചെല്ലുന്ന സമയത്ത് എല്ലാവരും ഭയങ്കര ഗാഠം നിദ്രയിലാണ്. ആരും ഒന്നും അറിയുന്നില്ല. സൂര്യഗ്രഹമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തുറന്നു കിടക്കുന്നുണ്ട്. യശോദയുടെ അടുത്തൊരു പെൺകുഞ്ഞ് കിടപ്പുണ്ട്. യശോദ ഭയങ്കര ഉറക്കത്തിലാണ്. എന്നിട്ട് എന്ത് ചെയ്തു, ഭഗവാൻ പറഞ്ഞതുപോലെ ഈ കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ ശ്യാമസുന്ദരനെ എന്ത് ചെയ്തു, യശോദാമയ്യയുടെ അടുത്ത് കിടത്തിയിട്ട് അവിടുത്തെ പെൺകുഞ്ഞിനെയും കൊണ്ട് വസുദേവര് തിരിച്ച് കാരാഗ്രഹത്തിൽ വരുന്നു. ഇപ്പോഴെല്ലാവരും എല്ലാ സൈനികരും ആടമാട്ടമുള്ള ഉറക്കത്തില്. ഏഴ് വാതിലുള്ളതാണ് ഈ കാരാഗ്രഹത്തിന്. പക്ഷെ 7 വാതിലും മലർന്നു കിടക്കുന്നു. വസുദേവര അകത്ത് വരുന്ന സമയത്ത് എല്ലാ വാതിലുകളും തനിയെ തനിയെ അടയുന്നു. പിന്നെ അപ്പോഴത്തേക്ക് ഇവരുടെ കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യൂ, ദേവകി ദേവിയുടെ കൈ കൊടുക്കുന്നു. കൈ കൊടുത്തപ്പോഴത്തേക്ക് കൊച്ച് ഭയങ്കര ഒച്ചത്തിൽ അലറാൻ തുടങ്ങി, കരയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് സൈനികരെല്ലാവരും ചാടി എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം കംസനോട് എന്ന് പറയും, ഞാൻ ആദ്യം കംസനോട് എന്ന് പറയും എന്നുള്ള ആ രാജാവിനോട് എന്ന് പറയുന്നുള്ള ആ രീതി ഇവരെല്ലാവരും ഓടാൻ തുടങ്ങി. അങ്ങനെ കംസൻ ഇതെല്ലാം പ്രതീക്ഷിച്ചിരിക്കുവാണല്ലോ, എപ്പോഴാ ഇതൊക്കെ വരുന്നതെന്നുള്ളതെന്ന് പറഞ്ഞു. ദേവകി ദേവി പ്രസവിച്ചു, കുട്ടി കരയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ കംസനോട് ഓടി വരുന്ന സമയത്താണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ കാണുന്നത്, ഒരു പെൺകുഞ്ഞിനെ കാണുന്നത്. അങ്ങനെ ആ പെൺകുഞ്ഞിനെ ആ ദേവകി ദേവിയാണെന്നുണ്ടെങ്കിൽ മാറോട് ചേർത്ത് പിടിക്കുക. ജ്യേഷ്ഠനോട് പറയുക, ജ്യേഷ്ഠ ഒരു പെൺകുഞ്ഞ് അങ്ങയെ ഒരിക്കലും കൊല്ലില്ലല്ലോ, പെൺകൊല ഭയങ്കര ആപത്തായിട്ട് അങ്ങക്ക് വരും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഞങ്ങൾക്ക് വളർത്താൻ തരണം. ഇത് അങ്ങയുടെ ഒരു കാലിനും ആവത്തില്ല, ഇതൊരു പെൺകുട്ടിയാണ്. ബാക്കി 7 കുഞ്ഞുങ്ങളെ അങ്ങ് കൊന്നില്ലേ, എനിക്ക് ഈ കുഞ്ഞിനെ എങ്കിലും എനിക്ക് വളർത്താൻ തരണമെന്ന് പറഞ്ഞപ്പോഴും യാതൊരു ദയയില്ലാതാന്നുണ്ട് ഈ കുട്ടിയെ തൂക്കിയെടുത്ത് കാലെ പിടിച്ചിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് ഒറ്റക്കല്ലില് എന്നുണ്ടെങ്കിൽ തല ഇങ്ങനെ അടിക്കാൻ തുടങ്ങുന്ന സമയത്ത് കയ്യിൽ നിന്നിട്ട് വഴുതി ദേവി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എവിടെ പോയി, ആകാശത്തിൽ നിന്ന് ചെന്നു ചണ്ഡികാ രൂപത്തില് അഷ്ടഭുജങ്ങളോടുകൂടി കംസനോട് ദേവി പറയുകയാണ്, ഹേ കംസ, ഹേ ദുഷ്ട, നിന്നെ കൊല്ലാനുള്ളവനെ, നിന്നെ വധിക്കാനുള്ളവനെ ഈ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട്. നീ കണ്ടുപിടിച്ചോളൂ, നീ എന്തിനാണ് പെണ്ണുങ്ങളോടാണോ നിന്റെ ഈർഷ എടുക്കേണ്ടത് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്രത്യക്ഷയാവുക ചെയ്യുന്നത്. നേരം കംസനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, പിന്നെ വരുന്നു പശ്ചാത്താപം പോലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ദേവികയും വസുദേവരെയും സ്വതന്ത്രരാക്കിയിട്ട് അവരോട് കുറെ തത്വജ്ഞാനങ്ങൾ പറയുന്നുണ്ട്. ഭാഗവതത്തിൽ നമ്മളതൊന്ന് വായിക്കണമെന്നുള്ളതാണ്. ഇങ്ങനെ കുറെ പറയും, ഇതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിയുടെ വിളയാട്ടമാണ്, അല്ലാതെ നിങ്ങളോ ഞാനോ ഇതിനകത്ത് വെറും കഥാപാത്രങ്ങൾ മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരെ രണ്ടുപേരെ സ്വതന്ത്രരാക്കി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മന്ത്രിസഭ കൂടും. എല്ലാവരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരെ ഫ്രീ ആയിട്ട് വിടാമോ, ഒരിക്കലും ചെയ്യരുത്, ചിലപ്പോ അവര് തന്നെ അങ്ങേ കൊല്ലുവാണെങ്കിൽ അറിയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് ചടായിച്ചു കൊടുത്തു. എന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, എന്താ ചെയ്യേണ്ടത്, ഇത്ര ദിവസം പ്രസവിച്ച് 10 ദിവസത്തിനകമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് അങ്ങ് കൊല്ലാം. നോക്കിക്കോണം, ആസുരന്മാരുടെ കൂട്ടുകാരാരാ, ആസുരന്മാർ തന്നെ ആയിരിക്കുമല്ലോ. അതാ പറഞ്ഞത്, കംസനൊന്ന് നല്ലത് ചിന്തിച്ചാണൊക്കെ പോലും ആസുരിക വൃത്തിയുള്ള ഫ്രണ്ട്സ് ഉണ്ടായതുകൊണ്ട് എന്താ പറ്റിയെന്ന് നോക്ക്, കംസന്റെ ആ ചിന്തകളെയും എല്ലാം മാറ്റിമറിച്ചിട്ട് അവരുടെ ചിന്താഗതിയെ കൊണ്ടുവന്നിട്ട് ഈ കംസനിൽ അർപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ കംസനോട് പറഞ്ഞു, അങ്ങനെ അങ്ങ് പേടിക്കുകയേ വേണ്ട. എന്തിനാ അങ്ങനെ പേടിക്കുന്നേ, ഞങ്ങളൊക്കെ ഇല്ലേ, കംസ ചാണൂരാദി എല്ലാവരും കൂടി പറഞ്ഞു, ഞങ്ങളൊക്കെ ഇല്ലേ, എന്തിനാ പേടിക്കേണ്ടേ, നമുക്ക് ഇങ്ങനെ ചെയ്യാമെന്ന് പറയും. അങ്ങനെ പൂതനയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ മകന്റെ സഹോദരിയ പൂതന ഉടനെ പറഞ്ഞു, ഞാൻ ഈ കർമ്മം ചെയ്യാലോ, എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്നിട്ട് കാക്കോള വിഷമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവള് മലയിൽ തേച്ചിട്ട് ആ കുഞ്ഞുങ്ങളെ 10 ദിവസമായ ഗോകുലത്തിൽ എത്ര കുഞ്ഞുങ്ങളുണ്ടോ അത്രയും കുഞ്ഞുങ്ങളെ കൊന്നിട്ട് അവസാനമാണ് ഈ ഗോകുലത്തില് നമ്മുടെ കണ്ണടച്ചങ്ങ് കിടക്കുന്ന ആ സ്ഥലത്തേക്ക് വരുന്നത്. നമുക്ക് ഇത്രയും കൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ
ഇനി നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം. ഇനി പൂതനമാഷി ഇതെല്ലാം തന്നെയാണ് മുന്നോട്ട് വരുന്നത്. നല്ല രസമായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി മുന്നോട്ട് വരുന്നത്. അങ്ങനെ നമ്മുടെ കണ്ണനാണെന്നുണ്ടെങ്കിൽ ജനിച്ചു വളരെ സന്തോഷമായി ഭൂതവാസികൾക്കെല്ലാം പിറ്റേ ദിവസം അവരാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നന്ദോത്സവം കൊണ്ടാടുക എന്നുള്ളതാ. നന്ദന് കുട്ടിയുണ്ടായി. അതെങ്ങനെ യശോദമ്മയ്ക്കും നന്ദഭാവയ്ക്കും ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വളരെ താമസിച്ചിട്ടുണ്ടായ കുട്ടിയും. അതുകൊണ്ട് ഗോകുലം അവരെ രാജാവാണല്ലോ അവരെ. എന്നിട്ട് ഗോകുലത്തിന് മൊത്തം സന്തോഷമായി. ആടി പാടി സന്തോഷിച്ചു എല്ലാ ഗോകുലവാസികളും ഈ വീട്ടിൽ വരും. യശോദാമ്മ ഉണർന്നു നോക്കുന്ന സമയത്ത് നല്ല ഒരു ശ്യാമസുന്ദര നല്ല ഒരു കറുത്ത ഒരു കറമ്പനെ കാണുന്നതുള്ളത്. ആ കറമ്പനെ കണ്ടിട്ട് ആ കറുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആകർഷണീയമായിട്ടുള്ള കറുപ്പ്. ആ കുഞ്ഞിന്റെ മുഖത്തോട്ട് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും കണ്ണെടുക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഗോകുലത്തിലെ സകല ആൾക്കാരും അവരുടെ വീട് ഇവിടെയാണ്, യശോദയുടെ വീട്ടിലാണെന്നുള്ളത്. അങ്ങനെ അവർക്ക് അവരുടെ വീട്ടിലേ പോവാൻ തോന്നുന്നില്ല. അങ്ങനെ ആടിപ്പാടി രസിച്ച് അങ്ങനെ കണ്ണനും ഗോപമാരും ഗോപികമാരും എല്ലാവരും കൂടി അവിടെ വളരെ ആനന്ദത്തോടുകൂടി ജീവിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. 40 കൃഷ്ണ. ഹരിയോ ഹരേ കൃഷ്ണ. അങ്ങനെ ഉണ്ണിക്കണ്ണനെ നമ്മള് എന്ത് ചെയ്തു ഉണ്ണിക്കണ്ണനെ നമ്മള് പറയൂ. എല്ലാരും പോയോ? എന്നിട്ട് ഉണ്ണിക്കണ്ണനെ എവിടെയാ മനസ്സിൽ, നമ്മുടെ മനസ്സിൽ ഗോകുലത്ത് നമ്മളെ യശോദമ്മയുടെ അടുത്ത് കൊണ്ടാക്കി നമ്മുടെ മനസ്സിലല്ലേ ഉണ്ണിക്കണ്ണൻ എപ്പോഴും ഉള്ളത്. നമ്മുടെ മനസ്സിൽ തന്നെയാ. പക്ഷെ ഇപ്പൊ നമുക്ക് ഈ കഥയിലേക്ക് വരാം. എന്നിട്ട് അവിടുത്തെ ആനന്ദം നമുക്കും ഗോപികമാരുടെ കൂട്ട് തന്നെ നമുക്കും നാച്ചോരേ നാച്ചോരേ ഗാവോരേ 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 നാച്ചോരേ നാച്ചോരേ നമുക്കും ആനന്ദത്തില് നൃത്തമാണ്. മനസ്സിലായി പറഞ്ഞത്. ചന്ദ്രാനന്ദ തനോഹരേ സ്വകൃത്യ അവികർമ്മശേഷവശതോ യേതേന യാഥാഗിതി തേഷാം ഭൂതലജന്മനാദിതി ഭുവാഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാവവിര്യം ജമാശ്രിതപദം ദേവേ പുരേവാഗതേ ചന്ദ്രാനന്ദ തനോഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃപ്ത അവികർമ്മശേഷവശതോ യേതേന യാഥാഗതി തേഷാം ഭൂതല ജന്മനാം ദിതി ഭുവാഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാവവിരിഞ്ചമാശ്രിതപദം ദേവേ പുരേ ഭാഗതേ സാന്ദ്രാനന്ദ തനോഹരേ നനപുരാ ദൈവാസുരേ സങ്കരേ തൽകൃത്യ അവികർമ്മശേഷവശതോ യേതേന യാഥാഗതി തേഷാം ഭൂതല ജന്മനാദിതി ഭുവാം പാരേണ ദൂരാർദിതാ ഭൂമി പ്രാവവിരഞ്ജമാശ്രിതപദം ദേവേ പുരേ ഭാഗതേ ഭൂമി പ്രാവവിരഞ്ജമാശ്രിതപദം ദേവേ പുരേ ഭാഗതേ സാന്ദ്രാനന്ദതനു ഹരേ നനുപുര ദൈവാസുരേ സങ്കരേ ത്വൽകൃപ്ത അഭികർമ്മ ശേഷവശതോ യേതേന യാഥാഗതി തേഷാം ഭൂതലജന്മന ദിതി ഭുവാം പാരേണ ദൂരാർദിതാ ഭൂമി പ്രാവവിരഞ്ജമാശ്രിതപദം ദേവേ പുരേ ഭാഗതേ. ഹരിഭൂ വായിക്കാമോ? ഹരേ കൃഷ്ണ. വായിക്കട്ടെ മാതാജി. വായിച്ചോ. സാന്ദ്രാനന്ദ തനോഹരേ ജ്ഞനുപുര ദേവാസുര സങ്കരേ ത്വത്കൃതാപി കർമ്മശേഷവശതോ യേതേന യാദഗതി തേഷാം ഭൂതല ജന്മനാം ദിതി ഭുവാം പാരണ ദുരാർദിതാ ഭൂമി പ്രാപ വിരിച്ചമാശ്രിതപദം ദേവേ പുരൈവാഗതൈ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. സാന്ദ്രാനന്ദതനോ ഹരേ നനുപുരാ ദൈവാസുരേ സങ്കരേ ത്വത്കൃത്താവികർമ്മശേഷവശതോ യേതേന യാഥാഗതിം തേഷാം ഭൂതല ജന്മനാദിതി ഭുവാ പാരേണ ദൂരാർദിതാ ഭൂമി പ്രാവവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നനുപുര ദൈവാസുരേ സങ്കരേ
പകുതി ഒരു വർത്തം. ശാന്തോദലജന്മനാം ദിദിപുവാം ഭാരേണ സ്ഥിതാ ഭൂമിഭാപവിജമാശ്രിതപദം. ഹരേ കൃഷ്ണ. ഈ എല്ലാരും അൺമ്യൂട്ട് വെക്കൂ കേട്ടോ. അവിടെ നിങ്ങൾ പറയുന്ന ശബ്ദങ്ങൾ ഇവിടെ കേൾക്കുന്നുണ്ട്. വായിക്കുന്ന ആൾക്കാർ മാത്രം ഉണ്ട് മ്യൂട്ടിൽ വെക്ക്. ആ പേരെ ഹരേ കൃഷ്ണ. ഹരേ അയച്ചോളൂ. കൃഷ്ണ. സാന്ദ്രാനന്ദനോഹരേ നനുപുര ദേവാസുര സങ്കരേ ത്വൽകൃത്താത് അപി കർമ്മശേഷവശതോ യേതേന യാതാഗതിം ശേഷാം ഭൂതല ജന്മനാം വിഭുവാം ഭാരേണ ദുരാർദിതാം ഭൂമി പ്രാപ വിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ. സാന്ദ്രാനന്ദതരോ ഹരേ, ഹേ ഹരേ സാന്ദ്രാനന്ദ, ഏ വിഷ്ണു. എന്നിട്ട് എന്താ പറയുന്നത്? പരമാനന്ദ സ്വരൂപനായിട്ടുള്ള എല്ലാവർക്കും ആനന്ദം കൊടുക്കുന്ന ആ വിഷ്ണു, ഹേ ഹരേ നനുപുര ദൈവാസുരേ സങ്കരേ, ദേവന്മാരുടെ അസുരന്മാരുടെയും കൂടെ ആ യുദ്ധത്തില് സ്വകൃത്യ അഭികർമ്മശേഷവശതോ ഏതേന യാതാഗതി. എന്നിട്ട് പുണ്യഭാവങ്ങൾ പുണ്യം കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോവും? സ്വർഗലോകത്തിൽ പോവും. പാവം കൂടുതലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നരകത്തിലോട്ടും പോവും. അന്നേരം ഇതെല്ലാം പുണ്യമായാലും പാവമായാലും നമ്മൾ മൊത്തം അനുഭവിച്ചതിന് ശേഷം നമുക്ക് പിന്നെയും നമ്മളെ ഈ ഭൂമിയിലേക്ക് വിടും. അന്നേരം ആ ഭൂമിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജന്മം എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്? ജന്മം എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ട്? മരണവും ഉണ്ട്. മരണമുണ്ട്. മരിക്കാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? മരിക്കാതിരിക്കൂലല്ലോ മാതാജി. മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? മരിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജനിക്കാതിരുന്നാ പോരെ? മനസ്സിലായി? എന്നാൽ ജനിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നേരെ എവിടെ പോകണം? വൈകുണ്ഠത്തിൽ പോകണം, മോശപ്രാപ്തിക്ക് പോകണം. അതാ പുണ്യവും വേണ്ട, ഭാവവും വേണ്ട നമുക്ക്. ഇതൊന്നും ഇല്ലെങ്കിൽ മാത്രമേ നമ്മളിൽ നിന്നിട്ട് ഒരു ശകലം കണിക പോലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എൻട്രി കിട്ടത്തില്ല. അതിനെന്ത് ചെയ്യണം? നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളില് ആരെ കാണാവും? സാക്ഷാൽ ഭഗവാൻ മാത്രമേ നമ്മുടെ മരണസമയത്ത് കാണൂ. എന്നിട്ട് ശ്യാമയോട് പറയണേ എപ്പോഴും. ശ്യാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാധാദേവിയോട് പറയണ, ശ്യാമ എന്താ ചെയ്യേണ്ടത്? എന്റെ മരണസമയത്ത് എപ്പോഴും എന്റെ മുന്നിലെ അമ്മ കാണണമേ എന്നുള്ള ആ ഒരു പ്രാർത്ഥന വെക്കണം. രാധാറാണിയോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ തീർച്ചയായിട്ടും അത് കേൾക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിനി മോശം മതി, ഇനി കലികാലത്ത് നമുക്ക് മുന്നോട്ട് പോവണ്ട. എന്തോ ഒരു കഷ്ടപ്പാടാ ജീവിക്കാൻ ഇപ്പം തന്നെ പറ്റുന്നില്ല എന്നുള്ളത്. ആ 9 മാസത്തെ ഗർഭവാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിനേക്കാളും ഉള്ള വലിയൊരു കഷ്ടപ്പാടാന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി നമുക്ക് അതുകൊണ്ട് ജന്മമരണം ജരാവ്യാധിയിൽ നമുക്ക് വരണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? മോക്ഷപ്രാപ്തിയിലേക്കുള്ള മാർഗം കാണണം. ഇവിടെ എന്താ ചെയ്തത്? ദൈവാസുര സങ്കരത്തിലെ യുദ്ധത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അസുരന്മാരെ എല്ലാവരെയും ജീവിപ്പിച്ചു അവരുടെ ഗുരു. അങ്ങനെ ഈ അസുരന്മാരുടെ എല്ലാം കൂടെ ഭാരം തേഷാം ഭൂതല ജന്മനാം തിരി പോവാൻ ഭാരേണ ദൂരാർദിത. ആ ഭാരം കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഭൂമി ദേവിക്ക് സഹിക്കുന്നില്ല. അതിന് ഭൂമി ദേവി എന്ത് ചെയ്തു? പ്രാവ വിരിഞ്ചമാശ്രിതപദം, വിരിഞ്ചന്റെ ആശ്രയത്തിൽ പോയി. വിരിഞ്ചനാരാണ്? ബ്രഹ്മാവ്. ദേവേ പുരേ ഭാഗതേ. നേരം വിരിഞ്ചന് മനസ്സിലായി, ബ്രഹ്മാവിന് മനസ്സിലായി കഴിഞ്ഞു ഭൂമിദേവിയുടെ ആ കഷ്ടപ്പാടുകള്. അതുകൊണ്ട് എന്ത് ചെയ്തു? ബ്രഹ്മാവ് പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടി കൈലാസത്തേക്ക് പോവാമെന്ന്. ദുർജനപൂരിഭാരമതിതാം പാദോ നിതോ പാതുകാ ഏതാം പാളയ ഹന്തമേ വിവശിതാ സംരജ്യ ദേവാനിമാൻ. ദുർജനപൂരിഭാരമതിതാം പാദോ നിതോ പാതുകാ ഏതാം പാലയ ഹന്തമേ വിവശിതാ സംരജ്യ ദേവാനിമാൻ. ഇത്യാദി പ്രചുര പ്രലാപ വിവശാമാലോകിതാമഹേ ദേവാനാം വദനാനി ഭീഷപരിതോ ദത്തോ ഭവന്തം ഹരേ. ഇത്യാദി പ്രചുര പ്രലാപ വിവശ ആലോകിതാമഹേ ദേവാനാം വദനാനി ഭീഷപരിതോ ദത്തോ ഭവന്തം ഹരേ. ദുർജനപൂരിഭാരമതിതാം പാദോ നിതോ പാതുകാ ഏതാം പാലയ ഹന്തമേ വിവശിതാ സംരജ്യ ദേവാനിമാൻ. ഇത്യാദി പ്രചുര പ്രലാപ വിവശാമാലോകിതാമഹേ ദേവാനാം വദനാനി ഭീഷപരിതോ ദത്തോ ഭവന്തം ഹരേ. ദുർജനപൂരിഭാരമതിതാം പാദോ നിതോ പാതുകാ
ഏതാം ബാലയ ഹന്തമേ വിവശിത സംരച്യ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാം ആലോക്യ ദാതാമഹേ ദേവാനാം വദനാനി വീക്ഷപരിതോ ദത്തോ ഭവം തം ഹരേ ദത്തോ ഭവം തം ഹരേ. ഭയങ്കര സിമ്പിൾ തന്നെയായിട്ടുള്ളത്. കണ്ണന്റെ കാര്യമല്ലേ, എന്നിട്ട് കണ്ണനാണെന്ന് എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തന്നിരിക്കും. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഉം. ജനപൂരിഭാരമതിതാം പാഥോ നിധോ പാതുകാം ഏതാം ബാലയന്തമേ വിവശതാം സംവച്യ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാം ആലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദത്തൗ ഭവന്തം ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ആഹാദുർജനഭൂരിഭാരമതിതാം പ്രാതോനിധൗ പാതുകാം ഏതാം ബാലേ ഹന്തമേ വിവശിതാം സംപ്രച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാം ആലോക്യ ദാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദത്തോ ഭവന്തം ഹരേ. ഹരി ബോ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. ആഹാദുർജന പൂരിഭാരമതിതാം പാദോ നിധൗ പാതുകാം ഏതാം പാലയ ഹന്തമേ വിവശതാം സംപ്രീച്യ ദേവാനിമാൻ വിവശാം ആലോക്യ ദാതാമഹിമാം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദത്തൗ ഭവന്തം ഹരേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി ഒരു പ്രവചി വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. വായിക്കട്ട. പ്രവചിയാണോ ഇത്? വായിച്ചു വായിച്ചു. തമാശ പറഞ്ഞതാ. വായിച്ചു. പ്രവചി വായിക്കട്ടെ. അല്ല, മാതാജി വായിച്ചിട്ട് പ്രവചി വായിച്ചോളൂ. വായിച്ചു. ഹരേ കൃഷ്ണ. ജനഭൂരിഭാരമതിതാം പാദോനിധൗ പാതുകാം ഏതാം ബാലയ ഹന്തമേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാം ആലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദത്തൗ ഭവന്തം ഹരേ. എത്ര കുഞ്ഞു കുഞ്ഞു. എവിടെയാ താമസിക്കുന്നത്? എന്താ പേര്? തിരുവനന്തപുരത്ത് മാതാജി. നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ പേര് മീനാകുമാരി. ഓ, മീനാകുമാരി. വാവ്, സൂപ്പർ. കൊല്ലത്ത് വന്നപ്പോൾ സംസാരിച്ചില്ലേ? സംസാരിച്ചു. ഇപ്പൊ മനസ്സിലാവുന്നു. അതല്ലേ ചോദിച്ചത്. ഇനി ഒരു പ്രവചിയോട് വായിച്ചോളൂ. ഒരാളേ ഉള്ളോ? ദുർജനഭൂരിഭാരമതിതാം പാദോ നിധൗ പാതുകാം ഏതാം ബാലേ ഹന്തമേ വിവശതാം സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപ വിവശാം ആലോക്യ ധാതാമഹീം ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദത്യൗ ഭവന്തം ഹരേ. വെരി ഗുഡ്. ഹരേ ബോ. ഹരേ കൃഷ്ണ. നോക്കെ. ദുർജന പൂരഭാരമതിതാം. ഭൂമിദേവി പറയുക, ഈ ദുർജനങ്ങളുടെ ഭാരം കൊണ്ട് എനിക്ക് സതി കെട്ടു. പാറോന്നിതോ ഞാനാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ വീണു പോവും. ഇവരുടെ ഭാരം എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ സമുദ്രത്തിൽ വീണു പോവും. അതുകൊണ്ടാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ രക്ഷിക്കൂ. പാറോന്നിതോ പാതുക. ഞാനിപ്പം സമുദ്രത്തിൽ വീണു പോവും. എന്തുകൊണ്ട്? ദുർജന പൂരിഭാരം കൊണ്ട്. ഏതാം പാലയ ഹന്തമേ വിവശത സംരക്ഷ ദേവാനിമ. എല്ലാവരും എന്റെ വല്ലായ്മ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി എന്നാ പറയുന്നത്. ആരോടാ പറയുന്നത്? ബ്രഹ്മാവിനോട് പറയുന്നത്. അവര് കാണുന്നുണ്ട് എന്റെ ഈ വല്ലായ്മകള്. അതുകൊണ്ട് എന്താ? ഇത്യാദി പ്രചുര പ്രലാപവേശ. അങ്ങനെ നെഞ്ചത്തടിച്ച് കരയുന്നത് പോലെ നമ്മൾ പറയത്തില്ലേ? അത്രയ്ക്ക് സങ്കടം വരുമ്പോഴേ നെഞ്ചത്തടിച്ച് കരയും എന്ന് പറയുന്ന പോലെ ഭൂമിദേവി ഇങ്ങനെ കരഞ്ഞോണ്ടേ പറഞ്ഞുകൊണ്ടേയിരിക്കുക. എന്റെ ഈ കഷ്ടപ്പാടുകളെ എനിക്ക് ദുർജനങ്ങളുടെ ഭാരം കൊണ്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ വയ്യ. ഞാനിപ്പോഴാണെന്നുണ്ടെങ്കിൽ വീണ് പോവും. മറ്റേ സമുദ്രത്തിനും വീണ് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല. എന്റെ കഷ്ടപ്പാടുകൾ ഈ ദേവന്മാരോട് ചോദിച്ചാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് പ്രചുര പ്രലാപവേശ. അങ്ങനെ പ്രലാപം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആലോക്യ ദാതാമഹി. ആരോടാ പറയുന്നത്? എല്ലാം ഭൂമിദേവി ആരോടാ പറയുന്നത്? ബ്രഹ്മാവിനോട്. ആലോക്യ ദാതാമഹി.
എന്നിട്ട് എന്ത് ചെയ്തു? ദേവാനം വദനാൻ ഭീഷപരിതോ ദത്തോ ഭവന്തങ്കരേ. എല്ലാവരും ഒന്ന് നന്നായിട്ട് ബ്രഹ്മാവ് നോക്കി. ബ്രഹ്മാവിന് മനസ്സിലായി കഴിഞ്ഞു ഇതിനകത്ത് യാതൊരു വിധ എന്താ പറഞ്ഞേ ബ്രഹ്മാവിനും അറിയാമല്ലോ. അതുകൊണ്ട് ബ്രഹ്മാവ് അതിനു വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഇനി നോക്കുന്നത്. എന്നിട്ട് ദത്തോ ഭവന്തം ഹരേ, ഹരയെ ധ്യാനിച്ചു എന്ന് പറഞ്ഞാൽ ഹരിയെ അങ്ങേ ധ്യാനിച്ചു. ഇവിടെ അങ്ങനെയാ പറയുന്നത്. പക്ഷേ ഭാഗവതത്തിൽ ഭഗവാൻ സ്വയം വരുവാണ്. ഇവരെന്ത് ചെയ്യുന്നു? വൈകുണ്ഠത്തിൽ എല്ലാവരും കൂടെ പോകുന്നു. ഹരിയെയും ഹരനെയും വിളിച്ചോണ്ടാ പോകുന്നത്. എന്ന് പറഞ്ഞാൽ ശിവഭഗവാന് പാർവതീദേവി എല്ലാവരെയും വിളിച്ചുകൊണ്ട് വൈകുണ്ഠത്തിൽ ചെന്നിട്ട് അവിടെ സ്തുതിക്കുന്ന സമയത്ത് ഭഗവാൻ സ്വയം വരുന്നു. എന്നിട്ട് ഭൂമിദേവിയെ നോക്കിക്കിട്ട് ഭൂമിദേവിയോടാണ് ആശ്വാസവാദി പറയുന്നത്. ഇവിടെ ബ്രഹ്മാവിന്റെ മനസ്സിൽ ഭഗവാൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓജേ ഓജേ ചാമുജപൂരമോ നീതുരാ സത്യം ദരിദ്ര്യാഭജ നന്യസാ ഭവതാന്തരക്ഷണ വിദോ ദക്ഷോ വിലക്ഷ്മീപദേ സർവേ സർവപുരക്ഷരാ വയമിദോ ഗത്യാഭയോ വാരിതേ നത്തം സ്തുമഹേ ജവാദിതിയോ സാഹം തവാകേദനാ പൂജേ ചാമ്പുജപൂരമോ നയസുരാ സത്യം ദരിദ്ര്യാവച നന്യസാ ഭവതാന്തരക്ഷണ വിദോ ദക്ഷോ വിലക്ഷ്മീപദേ സർവേ സർവപുരക്ഷരാ വയമിദോ ഗത്യാഭയോ വാരിതേ നത്തം സ്തുമഹേ ജവാദിതിയോ സാഹം തവാകേദനാ പൂജേ ചാമ്പൂജപൂരമൂനയസുരാ സത്യം ദരിദ്രാവച നന്യസ്യാ ഭവതാന്തരക്ഷണവിദോ ദശോ വിലക്ഷ്മീപദേ സർവേ സർവപുരസരാ വയമിദോ ഗത്യാഭയോ മാരുതി നത്യാദംസ്തമഹേ ജവാദിതിയോ സാഹം തവാകേദനാ പൂജേ ചാമ്പൂജപൂരമൂനയസുരാ സത്യം ദരിദ്രാവച നന്യസ്യാ ഭവതാന്തരക്ഷണവിദോ ദക്ഷോവി ലക്ഷ്മീപദി സർവേ സർവപുരശ്ശരാ വയമിദോ ഗത്യാ പയോ മാരുതി നത്താത്തം സ്തുമഹേ ജവാദിതിയോ സാഹം തവാ ഖേദനം. വായിച്ചോളൂ. ഹരേ കൃഷ്ണ മാതാജി. ഊജേ ച അംബുജഹു അമുന്യൈ സുരാ സത്യം ദരിദ്ര്യാവചോ നന്യസ്യാ ഭവതാം ചരക്ഷണവിദോ ദേശോ ഹി ലക്ഷ്മീപദി സർവേ സർവപുരസ്സരാ വയമിദോ ഗത്വാപയോ വാരിതി നത്വാ തം തുമഹേ ജവാദ് ഇതി യയോ സാഹം തവാഹേദനം സായം യയോ സാഹം തവാഹേദനം. അല്ലേ മാതാ? കറക്റ്റ്. ഹരി ഗോ. ഹരേ കൃഷ്ണ. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ. പൂജേ ചാംബുജ പുരമൂനൈസുരാ സത്യം ദരിദ്രവച നന്യസാ ഭവതാം ച ദക്ഷിണവിത്തൗ ദക്ഷോ ഹി ലക്ഷ്മീപദീ സർവേ സർവപുരസാ ഭയമിതോ ഗത്വാ പയോ വാരിതി നത്വാ തം സ്തുമഹേ ജവാതിഥിയയും സാകം താവകേതനം. തവാകേതനം. ഇനി വായിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. വായിക്കൂ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. പൂഞ്ചേ ചാംബുജപുരമൂനൈസുരാ സത്യം ദരിദ്ര്യാവചോക്ഷണവിദൗ ദക്ഷോ ഹി ലക്ഷ്മീപതിഃ സർവേ സർവപുരസരാ ഗത്വാ പയോ വാരിതി നത്വാം തസ്തുമഹേ ജവാദിതിയോ സാഹം തവാകേദനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഒരു പ്രവചിയോട് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. പൂഞ്ചേ ചാംബുജപുരമുനൈസുര സത്യം ദരിദ്രാവചോ നന്യസ്യ ഭവതാഞ്ച രക്ഷണവിദോ ദക്ഷോ ഹി ലക്ഷ്മീപദി സർവേ സർവപുരസ്സര വയമിദോ ഗത്വാ പയോ വാരിധി നത്വാ തം സ്തുമഹേ ജവാദിയുസ്വാഗം തവാകേതനം. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. ഹരേ കൃഷ്ണ.
എന്നിട്ട് എന്ത് ചെയ്യുന്നത്? ഊജേ ചാമുജ പൂരമൈനീ സുരാ സത്യന്തരിത്രിയുടെ വാചകങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നന്യസ്യ ഭവതാന്തര രക്ഷണവിധോ ദശോഹി ലക്ഷ്മിപതി മാത്രമേ നമ്മളെ രക്ഷിക്കാനെ കൊണ്ടുള്ളൂ, ഭൂമിദേവിയെ രക്ഷിക്കാനെ കൊണ്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് സർവേ സർവ പുരശ്ശരാവായമിതോ ഗത്യ പയോവാരതി എന്ന് പറഞ്ഞ വൈകുണ്ഠം. എല്ലാവരും കൂടി എവിടെ ചെന്നു? പയോവാരതിയിൽ ചെന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നത്താത്ര സ്തുമഹേ രമാതിഥിയോ സാഹം തപാ കേതനം അങ്ങയെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നോക്കെ, എല്ലായിടത്തും നമ്മൾ കാണുന്നുണ്ട്. എന്താ? ഭട്ടതിരിപ്പാട് ഡയറക്റ്റ് ഭഗവാനോടാണ് വർത്തമാനം പറയുന്നത്. ഇവിടെ നോക്കെ, സാഹം തവാ ഖേദനം, തവ അങ്ങയുടെ സ്തുതി ചെയ്യാൻ തുടങ്ങി എന്ന് പറയുന്നു. മനസ്സിലായോ പറഞ്ഞത്? തേ മുക്താനിലശാലിദുക്തനിലതേ തീരം യഥാ സംഗതാ യാവത്പദചിന്തനൈകമനസാ താവത്സപാദോ ജപോ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനന്ദയന്യൂജിവാൻ ആഖ്യാതാ പരമാത്മനാ സ്വയമകം വാക്യം തഥാ കർണിതാ. തേ മുക്താനിലശാലിദുക്തജലദേ തീരം യഥാ സംഗതാ യാവത്പദചിന്തനൈകമനസാ താവത്സപാദോ ജപോ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയന്യൂജിവാൻ ആഖ്യാതാ പരമാത്മനാ സ്വയമകം വാക്യം തഥാ കർണിതാ. തേ മുക്താനിലശാലി ദുക്തജലദേ തീരം യഥാ സംഗതാ യാവത്പദചിന്തനൈകമനസാ താവത്സപാദോ ജപോ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയന്യൂജിവാൻ ആഖ്യാതാ പരമാത്മനാ സ്വയമകം വാക്യം തഥാ കർണിതാ. അയച്ചോളൂ, വായിക്കൂ. നലശാലി ദുഗ്ധജലദേ ധീരം ഗദാ സംഗതാഃ യാവത്പദചിന്തനൈകമാനസഃ താവത്സപാദോ ജപുഃ ത്വദ്വാചം ഹൃദേ നിശമ്യ സകലാൻ ആനന്ദയന്യൂജിവാൻ ആഖ്യാത പരമാനന്ദ സ്വയമഹം വാക്യം തഥാ കർണ്യതാം. വെരി ഗുഡ്. നെക്സ്റ്റ്. ഹരേ കൃഷ്ണ മാതാജി. ഹേ മുക്താനിലശാലി ദുഗ്ധജലദേ സ്ഥിതം ഗദാ സംഗതാ യാവത്പദചിന്തനൈകമനസാസ്താവത്സപാദൗ ജപുഃ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാനന്ദയന്യൂജിവാൻ ആഖ്യാതഃ പരമാത്മനാ സ്വയമഹം വാക്യം തഥാ കർണ്യതാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ ഭഗവാനെ കൃഷ്ണ. നീ ഒരു പ്രവചി കൂടെ വായിച്ചോ. പ്രവചിമാരെ ഞാനുണ്ടല്ലോ ട്രെയിനിങ് ചെയ്ത് കൊണ്ടുവരുക. എല്ലാം മാതാജിമാര് മാത്രമായാൽ പറ്റില്ലല്ലോ, അതുകൊണ്ട് വായിച്ചോളൂ. സുനിൽ വായിച്ചോളൂ. പ്രഭു മൈക്ക് ഓഫാ. ഓണാക്ക്. ഹരേ കൃഷ്ണ മാതാജി. വായിച്ചോളൂ. തേ മുഗ്ധാനിലശാലി ദുഗ്ധജലധേ തീരം ഗദാ സംഗതാ യാവത്പദചിന്തനൈകമനസഃ താവത്സപഥോ ജഭൂ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയന്യൂജിവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തഥാ കർണ്യതാം. വെരി ഗുഡ്. മുക്താനിലശാല ദുഗ്ധജലത എല്ലാവരും കൂടി പാലാഴി പോയപ്പോ അവിടുത്തെ എന്താ പറയുന്ന ഇളം കുളിർക്കാറ്റും അവിടുത്തെ പോസിറ്റീവ് എനർജി എല്ലാം കൂടെ ചെന്നിട്ട് എല്ലാവരും എന്ത് ചെയ്തു? താവത് എന്നിട്ട് എന്ത് ചെയ്യും? യാവത് ത്വത്പദ ചിന്തനൈക മനസ്സ് എല്ലാവരും ഭഗവാന്റെ തൃപാദത്തെ സ്മരിച്ചു. സപാദോജപൂ ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദ എന്യൂജിവാൻ. അന്നേരം ബ്രഹ്മാവിന്റെ മനസ്സിൽ ഭഗവാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ പ്രത്യക്ഷപ്പെട്ടെന്നല്ല പറയുന്നത്. ബ്രഹ്മാവിന്റെ മനസ്സിൽ ഭഗവാൻ വന്നിട്ട് അതെന്നുണ്ടെങ്കിൽ ബ്രഹ്മാവിന് നിർദ്ദേശം കൊടുക്കുക എന്നുള്ളതാണ്.
ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാൻ. അത് കേട്ടിട്ടോ ആനന്ദി എന്നൂ ജീവാന്. ബ്രഹ്മാവിന് ഭയങ്കര സന്തോഷമായിട്ട് പറഞ്ഞു. ആഖ്യാത പരമാത്മന സ്വയമകം വാക്യം തഥാ കർണ്യത. പരമാത്മാവായിട്ടുള്ള ഭഗവാന് എന്റെ മനസ്സിൽ സ്വയമായിട്ട് പറഞ്ഞു തന്നു, എല്ലാം പറഞ്ഞു തന്നു. വിഷ്ണു എന്നോട് നേരിട്ട് എല്ലാം പറഞ്ഞു തന്നു എന്നുള്ളതാ. ത്വവാക്യമാകർണ്യത പറഞ്ഞത് നിങ്ങൾ കേട്ടുകൊള്ളൂ എന്നാണ് ബ്രഹ്മാവ് ഇവിടെ പറയുന്നത്. തേ മുക്താനിലശാലി ദുക്ത ജലതേ തീരം യഥാ സംഗതാ യാവത്വത്പല ചിന്തനൈക മനസാ താവത് സപാദോ ജഭൂം. ത്വദ്വാചം ഹൃദയേ, അങ്ങയുടെ വാചകം നോക്കെ. അവിടെയും പട്ടത്താരിപ്പാട് നോക്കെ പറയുന്നത് അങ്ങയുടെ വാചകം. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നോണ്ട് ഈ പറയുന്നത്. ഇപ്പൊ മുന്നിലിരിക്കുന്ന ഒരാളോട് എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുന്നത്, അതേപോലെ ഈ നാരായണൻ പറയുന്നതിനുള്ളതാണ്. ത്വദ്വാചം ഹൃദയേ നിശമ്യ സകലാന്. ബ്രഹ്മാവിന് അങ്ങയുടെ വാചകം എല്ലാം ഹൃദയത്തിൽ വന്നപ്പോൾ ആനന്ദ എന്നൂ ജീവാന്, ആനന്ദം കൊണ്ട് ഭയങ്കര സന്തോഷമായി ബ്രഹ്മാവിന്. എന്നിട്ട് എന്ത് പറഞ്ഞു? സ്വയമഹം വാക്യം തഥാ കർണ്ണിത. എന്നിട്ട് നിങ്ങളെല്ലാവരും ഭഗവാൻ എന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് നിങ്ങളെല്ലാവരും കേട്ടുകൊള്ളൂ എന്ന് പറയുന്നു ബ്രഹ്മാവ്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ. അന്നേരം എന്താണ് പറയുന്നത്? നമുക്കായി കഴിഞ്ഞു കഴിഞ്ഞാലും ഉണ്ടല്ലോ, ഇങ്ങനെ കിടന്ന് വായിട്ട് ഒരുപാട് അലക്കണമെന്നില്ല. എന്താ, നമ്മുടെ ഉള്ളിൽ തന്നെ മനസ്സിൽ ഭഗവാനെ കാണണമെന്നുള്ളതാണ്. ആ തൃപാദം നമ്മുടെ കേശാദി പാദ വർണ്ണനവും പാദം തൊട്ടുള്ള വർണ്ണനയും കേശം തൊട്ടുള്ള വർണ്ണനയും ഉണ്ടെന്നുള്ളത്. ഇങ്ങനെ ആ പാദം തൊട്ടുള്ള വർണ്ണനയും ഭഗവാന്റെ ആ ഒരു കുഞ്ഞിക്കാല്, അത് നമ്മുടെ ഉണ്ണിക്കണ്ണനുള്ള സമയത്ത്, അല്ലാതെ ഭഗവാന്റെ വലിയ ശംഖചക്ര ഗദാധാരിയായിട്ടുള്ള ആ രൂപമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ രൂപം ഏത് രൂപത്തിലാണ് നമ്മൾ ഭഗവാനെ ഭജിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ആ രൂപം നമ്മുടെ മനസ്സിൽ ക്ലിയർ ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഭക്തരായി നമുക്ക് തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താ പറ്റുന്നത്? ഹൃദയത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷഡ്വൈരികളെ കൊണ്ട് നിറച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കാമക്രോധ മോഹ ലോഭ മത മാത്സര്യം ഇവയും കൊണ്ട് നിറച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭഗവാൻ ഒരിക്കലും അവിടെ വരില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മള് ഭക്തരായി എന്ന് നമുക്ക് തന്നെ മുന്നോട്ട് ചിന്തിക്കാമെന്നുള്ളത്. അങ്ങനെയാ മുന്നോട്ട് നമ്മൾ പിന്നെ കുറേം കൂടി എങ്ങനെയാ ചേതോദർപ്പണം ആർജനം ഭവമഹാദാവാഗ്നി നിർഭാവനം ശ്രേയക്കൈരവ ചന്ദ്രികാ വിതരണം വിദ്യാവധൂ ജീവനം. എന്താണ് ദർപ്പണത്തിനെയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഒരുപാട് വർഷം കൊണ്ട് ഒരുപാട് ജന്മങ്ങളെ കൊണ്ട് അതിനകത്ത് എല്ലാം നിറച്ചു വെച്ചിരിക്കുക. എന്താ? നമ്മുടെ പുണ്യഭാവങ്ങളെല്ലാം നിറച്ചു വെച്ചിരിക്കുക. പുണ്യം തീർന്നു, നമ്മുടെ ഭാവം ഉണ്ടായോണ്ടാ പിന്നെ നമ്മളെ ഭൂമിയിലേക്ക് വിട്ടേക്കുന്നേന്നുള്ളതാണ്. എന്നിട്ട് അതെല്ലാം കൂടി ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും ഓരോരോ ജന്മങ്ങളിലേതും. എന്നിട്ട് അതിനെ ഇങ്ങനെ തുടയ്ക്കുന്ന എന്താ? തുണിയും വെള്ളം കൊണ്ടല്ല നമ്മൾ നമ്മുടെ ദർപ്പണത്തിനെ തുടയ്ക്കേണ്ടത്. എങ്ങനെയാണ് വേണ്ടത്? നാമം കൊണ്ടാണ് തുടയ്ക്കേണ്ടത് എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്നുള്ള ആ മഹാമന്ത്രം എത്ര നമ്മൾ ജീവിക്കുന്നുണ്ടോ നമ്മുടെ പാവങ്ങളെല്ലാം പോയി എരിഞ്ഞു പോകും എന്നുള്ളതാണുള്ളത്. അത് ചൈതന്യ മഹാപ്രഭു ഇത്രയും കാരുണ്യവാനായിട്ട് ഭഗവാൻ സ്വയമാണ് ചൈതന്യ മഹാപ്രഭു ആയിട്ട് വന്നിരിക്കുന്നത്. 500 വർഷം മുമ്പിട്ട് ഈ ഭൂമിയില് അതെന്താ ഗുപ്തത്തിലാണ് എന്ന് പറഞ്ഞാൽ വലിയ അഡ്വർടൈസ്മെന്റ് ഒന്നുമില്ല. വലിയ എന്ന് പറഞ്ഞാൽ ഗുപ്താവതാരം എന്നാ ഇതിന് ഭഗവാനെ ആ അവതാരത്തിന് പറയുന്നത് തന്നെ എന്നുള്ളത്. വലിയ കൊട്ടിക്കോശിപ്പൊന്നും ഇല്ല. ഭഗവാന്റെ സന്യാസിയുടെ വേഷത്തിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ദേശത്തും നടന്നു, സൗത്ത് ഇന്ത്യൻ പര്യടനെ നടത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ അദ്ദേഹം ആ സൗത്ത് ഇന്ത്യൻ ടൂറിന്റെ സമയത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വന്നത്. അദ്ദേഹത്തിന്റെ കാൽപാദം പതിഞ്ഞ് നമ്മൾ നോക്ക് 26-ാം തീയതി, അതാണ് 25 വർഷത്തെ ആയി കഴിഞ്ഞു. അത് കാൽപാദം നമ്മളെല്ലാം കൂടി അത് വെച്ച് പടിഞ്ഞാറേ നടയില് ഭഗവാന്റെ പടിഞ്ഞാറേ നടയിൽ ഒരു ഒരുക്കുണ്ട്. ഭഗവാന്റെ കാൽപാദം ചൈതന്യ മഹാപ്രഭുവിന്റെ കാൽപാദങ്ങളും വെച്ചിട്ടുണ്ട്. അതിന്റെ വളരെ വലിയൊരു ആഘോഷമാണ് 26-ാം തീയതി പൈതപ്രഭുവും ബാക്കി എല്ലാവരും കൂടി ചെയ്യുന്നതെന്നുള്ളതാ. നമുക്ക് എല്ലാവർക്കും അതിന്റെ ഭാഗധേയരാവണം. എന്നിട്ട് ആ ഒരു പ്രോഗ്രാം വളരെ സക്സസ് ആയിട്ട് വളരെ വിജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ് കൊണ്ടായാലും ധനം കൊണ്ടായി കഴിഞ്ഞാലും എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പ്രോത്സാഹിപ്പിക്കണം. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അവരൊന്നും പ്രതീക്ഷിച്ചല്ല ഇതൊന്നും ചെയ്യുന്നതെന്നുള്ളതാ. അവരെന്താ മുക്തി പോലും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാ. ഭക്തന്മാർക്ക് മുക്തിയും വേണ്ട എന്നുള്ളതാ. എന്താ വേണ്ടുന്നത്?
എപ്പോഴും അങ്ങയുടെ നാമം ജപിച്ച് 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 ഭക്തിയിലൈരുകി തൊയ്യും. വെള്ളം പോലെ ഭക്തി ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കണം അവർക്കെന്നുള്ളത്. മോശവും വേണ്ട അവർക്കെന്നുള്ളതാണ്. മനസ്സിലായി? യഥാർത്ഥ ഭക്തന്മാരെന്താ വിചാരിക്കുന്നത്? മോശവും വേണ്ട, എപ്പോഴും ആനന്ദത്തിൽ ആറാടി. ഇപ്പം ഈ പ്രോഗ്രാം അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും എന്ത് വിചാരിക്കും, ഇനി അടുത്ത എന്താ പ്രോഗ്രാം ഉള്ളത്, ഭഗവാന്റെ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറെ എന്താ പ്രോഗ്രാം ഉള്ളത്, അങ്ങനെ ആയിരിക്കും ചിന്ത മൊത്തം. അങ്ങനെ ആ ഒരു ചിന്തയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, എപ്പോഴും അത് ഭഗവാന്റെ കാര്യങ്ങളിൽ മാത്രമല്ലേ വന്നിരിക്കുന്നതെന്നുള്ളത്. അതേപോലെയുള്ള ഭക്തന്മാര്, സീനിയർ ആയിട്ടുള്ള ഭക്തന്മാരെല്ലാവരും ഇത് തന്നെയാണ് ചിന്തിക്കുക. ഞാനാണെന്നുണ്ടെങ്കിൽ ക്ലാസ് അയ്യോ ഇന്നാണെന്നുണ്ടെങ്കിൽ ഇത്രയും എടുക്കാൻ പറ്റുള്ളല്ലോ, നാളെ എന്തൊക്കെ കൂടുതൽ പറയണം നിങ്ങളോട് എന്നുള്ള ആ ഒരു ചിന്ത. അങ്ങനെ എപ്പോഴും ഞാനൊന്നും ഭക്തിയൊന്നും അല്ല കേട്ടോ, വെറുതെ പറയുന്നതാ. എന്നാൽ തന്നെ ഈ ക്ലാസ് എടുക്കുന്ന എനിക്ക് നല്ലോണം അങ്ങനെ ഒരു ചിന്ത ഉണ്ടായതുകൊണ്ട് എന്താ വിചാരിക്കുന്നത്, നാളെ എന്താ അവർക്ക് പറഞ്ഞു കൊടുക്കാം, പുതിയത് എന്താ പറഞ്ഞു കൊടുക്കാനുള്ള. അത് നമ്മുടെ ആ സെർച്ചിങ് മൈൻഡ് എവിടെയാ പോകുന്നത്, എപ്പോഴും ഭഗവാനിലേക്കാ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ ആ ഭക്തിയുടെ ആ അത്യുന്നത ഘട്ടത്തിലേക്ക് വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് വേറൊന്നും ചിന്തിക്കാനില്ല എന്നുള്ളത്. എന്ത് ചിന്തിക്കാനാ, ഈ ശരീരം എപ്പോഴായി കഴിഞ്ഞാലും ഭൂമി വീഴേണ്ടതാന്നുള്ളത്, പതിക്കണം അല്ലേ. ആ അവസാന സമയമാകുമ്പോ കഫം കപിത്തം വാദം നമ്മുടെ അന്ന് കർദ്ദരമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കഴുത്ത് കൊണ്ട് ചിലർ ഞാൻ വലിക്കുന്നത് കേട്ടിട്ടില്ലേ, അവസാനം നമ്മളാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുമല്ലോ മരണവലി എന്നാ പറയുന്നത് ഞാൻ തോന്നുന്നു അതിന്. അതായത് അങ്ങനെ ആ ശ്വാസം പോലും കിട്ടാതാണെന്നുണ്ടെങ്കിൽ, ആ കഫം കെട്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഇത് തന്നെയായിരിക്കും. ആ സമയത്തുണ്ടല്ലോ ഭഗവാനെ നമുക്ക് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു നിമിഷം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല. അജാമിളെ നാരായണ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് നാരായണന്റെ ദൂതന്മാർ വന്നെന്നല്ല പറയാം. അജാമിള ആദ്യം ബ്രാഹ്മണനായിരുന്നു, എന്നിട്ട് ആ ബ്രഹ്മണ്യത്തിൽ തന്നെയായിരുന്നു അജാമിളൻ ജീവിച്ചത്. ആ ബ്രഹ്മണ്യത്തിൽ ജീവിച്ചിട്ട് ഇടയ്ക്ക് ഒരു പതനം വന്നെന്നുള്ളതേ ഉള്ളൂ. ആ പതനത്തിൽ പോലും അയാൾ എന്താ ചെയ്തത്, അവസാനം അവന്റെ കുഞ്ഞിനെ എന്താ നാരായണ എന്നുള്ള ആ ഒരു പേരിട്ടു എന്നുള്ളത്. ആ നാരായണന്റെ സ്മരണയായിരുന്നു എപ്പോഴും ഉള്ളായിരുന്നു എന്നുള്ളത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഇപ്പൊ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കങ്ങ് പിന്നെ വൈകൂട്ടത്തിൽ പോകാൻ പറ്റുമെന്ന് പറഞ്ഞ് ആരും ശ്രമിക്കണ്ട. കണ്ടിന്യൂസ് പ്രാക്ടീസ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നാ പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സദാ നമ്മുടെ ഭഗവാനെ ആ നാമത്തിൽ തന്നെ നമ്മൾ ജീവിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ കർമ്മങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം. ഭക്തിയിലേക്ക് മുന്നോട്ട് വരാൻ എന്തൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, വേറെ ഉള്ളവരെയും കൂടി കൊണ്ടുവരാൻ എങ്ങനെ നമുക്ക് പറ്റും, അതിന്റെ ആ മാർഗങ്ങൾ നമ്മൾ തേടിക്കൊണ്ടേയിരിക്കണം. ഈ ഇന്ന് 4 ശ്ലോകങ്ങളെ എടുക്കാൻ പറ്റുള്ളൂ, സാരമില്ല. ഇങ്ങനെ ഓടിയിട്ട് എന്താ ചെയ്യാനെ കൊണ്ട്, നാളെ നമുക്കത് മൊത്തം തീർക്കണം. ഭഗവാന്റെ തൃപ്പാദത്തില് സമർപ്പിച്ചുകൊണ്ട് ഗുരുവാ